ക്ലാസ് 10-ലെ ഫിസിക്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററിലെ രണ്ടാമത്തെ പോർഷൻ, അതായത് ഇത്രയും ദിവസം നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന, ഇത്രയും വീഡിയോസ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറൻ്റ് ആയിരുന്നു. ഇനി നമുക്ക് ഹീറ്റിംഗ് എഫക്റ്റ് മാത്രമല്ല മറ്റു കുറേ എഫക്റ്റുകൾ, അതായത് ലൈറ്റ്നിങ് എഫക്റ്റ് ഉണ്ട്, മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്, ഇങ്ങനെയൊക്കെ പറഞ്ഞു. പിന്നെ നമ്മൾ ഈ നെക്സ്റ്റ് പോർഷനിൽ പഠിക്കുന്നത് ലൈറ്റ്നിങ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറൻറ്റ്. അപ്പം കുറച്ച് ലൈറ്റ്നിങ് എഫക്റ്റ് യൂസ് ചെയ്യുന്ന നമ്മുടെ കറണ്ടിൻ്റെ കുറേ ആപ്ലിക്കേഷൻസും അതിൻ്റെ പെക്യുലാരിറ്റീസൊക്കെയാണ് നമ്മൾ ഈ സെക്ഷനിൽ പഠിക്കുന്നത്. പൊതുവെ തിയറി പാർട്ടാണിത്. അപ്പോൾ ഫിലമെൻറ്റ് ലാംപ്സ് വെർ ഇൻ വൈഡ് യൂസ് ഇൻ ദ എർലി ഡേയ്സ്. അപ്പോൾ നമുക്കറിയാം, ഇതുപോലത്തെ ബൾബ് നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. ഇതാണ് ഫിലമെൻറ്റ് ലാംപ്സ്. എർലി ഡേയ്സിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ്. ഒബ്സർവ് ദ പാർട്ട് ഓഫ് ഫിലമെൻറ്റ് ലാമ്പ് ഷോൺ ഇൻ ഫിഗർ. അപ്പോൾ അതിനൊരു ഗ്ലാസ് കവറുണ്ട്, പിന്നെ ഒരു കോപ്പർ വയറുണ്ട്, പിന്നെ ഒരു ടങ്സ്റ്റൺ ഫിലമെൻ്റ് ഉണ്ട്. ഇതാണ് നമ്മുടെ ഫിലമെൻറ്റ് ലാമ്പിൻ്റെ പാർട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഇൻകാൻഡസെൻറ്റ് ലാമ്പ് അഥവാ ഫിലമെൻറ്റ് ലാംപ്സിനെ കുറിച്ചാണ് പറയുന്നത്. ഇൻ നോർമൽ വോൾട്ടേജസ് ദ ഫിലമെൻറ്റ്സ് ബിക്കം വൈറ്റ് ഹോട്ട്. അതായത് നോർമൽ വോൾട്ടേജിൽ തന്നെ നമ്മുടെ ടങ്സ്റ്റൺ കൊണ്ടുണ്ടാക്കിയ ഫിലമെൻറ്റ് ബിക്കംസ് വൈറ്റ് ഹോട്ട്, അതായത് നല്ല വെളുത്ത് പ്രകാശിക്കും. ആൻഡ് ഗിവ്സ് ഔട്ട് ലൈറ്റ്. അങ്ങനെ നമുക്ക് ലൈറ്റ് കിട്ടും. സച്ച് ബൾബ്സ് ആർ ദ ഇൻകാൻഡസെൻറ്റ്, അതായത് ഗ്ലോവിങ് വിത്ത് ഹീറ്റ് ലാംപ്സ്. അങ്ങനത്തെയുള്ള ലാമ്പുകൾ എന്ന് പറയുന്നത് എന്താണ്? ഇൻകാൻഡസെൻറ്റ് ലാമ്പ്. അതെങ്ങനെയാണ്? ഹീറ്റ് കൊണ്ടാണ് ചൂടാകുന്നത്. ഫിലമെൻറ്റ്സ് മെയ്ഡ് ഓഫ് ദ മെറ്റൽ ടങ്സ്റ്റൺ ആർ യൂസ്ഡ് ഇൻ ദം. ഇൻകാൻഡസെൻറ്റ് ലാമ്പിൽ യൂസ് ചെയ്തിരുന്ന ഫിലമെൻറ്റ് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരുന്നത്? ടങ്സ്റ്റൺ കൊണ്ടാണ് യൂസ് ചെയ്യുന്നത്. ടങ്സ്റ്റൺ ക്യാൻ ബിക്കം വൈറ്റ് ഹോട്ട് ആൻഡ് എമിറ്റ് വൈറ്റ് ലൈറ്റ് ഫോർ എ ലോങ് ടൈം. അപ്പോൾ ടങ്സ്റ്റൺ എങ്ങനെയാണ്? നല്ല ഹീറ്റ് ഇലക്ട്രിക് എനർജി അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ വൈറ്റ് ഹോട്ട് ആകും ആൻഡ് എമിറ്റ് വൈറ്റ് ലൈറ്റ് ഫോർ എ ലോങ് ടൈം. ഇൻ ഓർഡർ ടു അവോയ്ഡ് ഓക്സിഡേഷൻ ഓഫ് ടങ്സ്റ്റൺ ദ ബൾബ് ഈസ് ഇവാക്യുവേറ്റഡ്. ഇനി അടുത്തതാണ് നമ്മുടെ ടങ്സ്റ്റൻ്റെ ഓക്സിഡേഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ബൾബ് എന്ത് ചെയ്യുന്നു? ഇവാക്യുവേറ്റഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഫില്ല് ചെയ്യും. ഇനി വേപ്പറൈസേഷൻ ക്യാൻ ബി റെഡ്യൂസ്ഡ് ബൈ ഫില്ലിംഗ് സം ഇനേർട്ട് ഗ്യാസ് അറ്റ് ലോ പ്രഷർ ഇൻസൈഡ് ദ ബൾബ്. ഇനി അടുത്ത് വേപ്പറൈസേഷൻ അത് അവോയ്ഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? റെഡ്യൂസ്ഡ് ബൈ ഫില്ലിംഗ് സം ഇനേർട്ട് ഗ്യാസ് അറ്റ് ലോ പ്രഷർ ഇൻസൈഡ് ദ ബൾബ്. ബൾബിനകത്ത് എന്തോ ഒരു ഗ്യാസ്, ഇനേർട്ട് ഗ്യാസ് അറ്റ് ലോ പ്രഷറിൽ നമ്മുടെ ബൾബിനകത്ത് ഫില്ല് ചെയ്യുന്നത്. അതെന്തിനു വേണ്ടിയിട്ടാണ്? വേപ്പറൈസേഷൻ ക്യാൻ ബി റെഡ്യൂസ്ഡ്. പിന്നെ to avoid the oxidation of tungsten, what is doing? The bulb is evacuated. ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്ത് നൈട്രജൻ ഇസ് യൂഷ്വലി യൂസ്ഡ് ഫോർ ദിസ് പർപ്പസ് നൗ. അതായത് വേപ്പറൈസേഷനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇനേർട്ട് ഗ്യാസ് ലോ പ്രഷറിൽ ഫില്ല് ചെയ്യുമെന്ന് പറഞ്ഞല്ലോ. അതിനുവേണ്ടി യൂഷ്വലി യൂസ് ചെയ്യുന്ന ഗ്യാസ് ഏതാണ്? നൈട്രജനാണ് യൂഷ്വലി യൂസ്ഡ് ഫോർ ദിസ് പർപ്പസ്. ഇനി എന്തുകൊണ്ടാണ് നൈട്രജനാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ എന്തുകൊണ്ടാണ് നൈട്രജൻ യൂസ് ചെയ്യുന്നതെന്ന്? അറ്റ് നോർമൽ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ നൈട്രജൻ ബിഹേവ്സ് ലൈക്ക് ആൻ ഇനേർട്ട് ഗ്യാസ്. അതായത് നോർമൽ ടെമ്പറേച്ചറിലും പ്രഷറിലും നൈട്രജൻ എങ്ങനെ ബിഹേവ് ചെയ്യും? ലൈക്ക് ആൻ ഇനേർട്ട് ഗ്യാസ്. അതായത് ഒരു അലസവാതകം, ഇനേർട്ട് ഗ്യാസ്. സ്മോൾ ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ ഡസ് നോട്ട് ഇൻഫ്ലുവൻസ് ദ എക്സ്പാൻഷൻ ഓഫ് നൈട്രജൻ. അതായത് ഒരല്പം ടെമ്പറേച്ചർ ഉയർന്നു എന്നോർത്തൊന്നും എന്ത് ചെയ്യില്ല? നൈട്രജൻ്റെ എക്സ്പാൻഷന് ഇൻഫ്ലുവൻസ് ചെയ്യില്ല. ദ റെഡി അവൈലബിലിറ്റി ഓഫ് നൈട്രജൻ ഈസ് വൺ ഓഫ് ദ റീസൺസ് ഫോർ ഇറ്റ് ബീങ് യൂസ്ഡ് ഇൻ ദ ബൾബ്. ഇനി അത് അതേ രൂപത്തിൽ തന്നെ അവൈലബിൾ ആയതും മറ്റൊരു റീസണാണ്. ഇൻ ദ ആബ്സെൻസ് ഓഫ് എയർ വിത്തിൻ ദ ബൾബ് ദിസ് ഗ്യാസ് ബിഹേവ്സ് കംപ്ലീറ്റ്ലി ആസ് ആൻ ഇനേർട്ട് ഗ്യാസ്. അതായത് വേറൊരു എയറിൻ്റെയും പ്രസൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ നൈട്രജൻ ഗ്യാസ് എന്തായിട്ട് വർക്ക് ചെയ്യും? ഒരു ഇനേർട്ട് ഗ്യാസായിട്ട് വർക്ക് ചെയ്യും. ഈ പ്രോപ്പർട്ടീസൊക്കെ കാരണമാണ് നമ്മുടെ ഇൻകാൻഡസെൻറ്റ് ലാബിനകത്ത് നൈട്രജൻ ഫിൽ ചെയ്തിരുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, ചിലപ്പോൾ ചോദിക്കാം ക്വസ്റ്റ്യൻസ്. ഇനി അടുത്തത് നമ്മളോട് ചോദിക്കുവാണ്, വൈ ഈസ് ദ ബൾബ് ഫിൽഡ് വിത്ത് ആൻ ഇനേർട്ട് ഗ്യാസ് ഓർ നൈട്രജൻ? അതായത് എന്തിനു വേണ്ടിയിട്ടാണ് ഒരു ഇനേർട്ട് ഗ്യാസ് അല്ലെങ്കിൽ നൈട്രജൻ കൊണ്ട് നമ്മുടെ ബൾബിന് അകത്ത് ഫില്ല് ചെയ്തിരിക്കുന്നത്? വേപ്പറൈസേഷൻ ക്യാൻ ബി റെഡ്യൂസ്ഡ് ബൈ ഫില്ലിംഗ് സം ഇനേർട്ട് ഗ്യാസ് അറ്റ് ലോ പ്രഷർ ഇൻസൈഡ് ദ ബൾബ്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഇനി അടുത്ത് വാട്ട് പ്രോപ്പർട്ടീസ് ഓഫ് ടങ്സ്റ്റൺ മേക്ക് യൂസ് ഇറ്റ് സ്യൂട്ടബിൾ ഫോർ ബീങ് യൂസ്ഡ് ആസ് എ ഫിലമെൻറ്റ്. അപ്പോൾ ടങ്സ്റ്റൺ ആണ് ഫിലമെൻ്റായിട്ട് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു ഇൻകാൻഡസെൻറ്റ് ലാമ്പിനകത്ത്. ഇനി എന്തൊക്കെ പ്രത്യേകതകളാണ് ടങ്സ്റ്റൺ എന്തായിട്ട് ഫിലമെൻറ്റിനകത്ത് യൂസ് ചെയ്യാൻ കാരണം? അതിൻ്റെ ഹൈ റെസിസ്റ്റിവിറ്റി, പിന്നെ ഹൈ മെൽറ്റിംഗ് പോയിൻറ്റ്, ഹൈ ഡക്റ്റിലിറ്റി, എബിലിറ്റി ടു എമിറ്റ് വൈറ്റ് ലൈറ്റ് ഇൻ വൈറ്റ് ഹോട്ട് കണ്ടീഷൻ. ഹൈ റെസിസ്റ്റിവിറ്റി ഉണ്ട്, ഹൈ മെൽറ്റിംഗ് പോയിൻ്റ് ഉണ്ട്, പിന്നെ ഹൈ ഡക്റ്റിലിറ്റി ഉണ്ട്, പിന്നെ എബിലിറ്റി ടു എമിറ്റ് വൈറ്റ് ലൈറ്റ് ഇൻ വൈറ്റ് ഹോട്ട് കണ്ടീഷൻ. ഇതൊക്കെയാണ് എന്ന് പറയുന്നത്. ഈ പ്രോപ്പർട്ടീസൊക്കെ കാരണമാണ് നമ്മുടെ ടങ്സ്റ്റൺ എന്ത് ചെയ്യാൻ പറ്റുന്നത്? നമ്മുടെ ഫിലമെൻ്റായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കുന്നത്.
നമ്മൾ ഹീറ്റിംഗ് എഫക്റ്റ് പഠിച്ച ഭാഗത്തെല്ലാം നിക്രോം എന്നൊക്കെ പറഞ്ഞു. അതായത് അതല്ല ഹൈ മെൽറ്റിംഗ് പോയിൻ്റ് ഉള്ളതാണ്, ഏറ്റവും ഹൈ മെൽറ്റിംഗ് പോയിൻ്റ് ഉള്ളതാണ് നിക്രോം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ നിക്രോം ഈസ് നോട്ട് യൂസ്ഡ് ആസ് ഫിലമെൻറ്റ് ഇൻ ഇൻകാൻഡസെൻറ്റ് ലാംപ്സ്. പക്ഷേ ഇൻകാൻഡസെൻറ്റ് ലാമ്പിനകത്ത് നിക്രോം എന്തായിട്ട് ഉപയോഗിക്കുന്നില്ല, ഫിലമെൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നില്ല. വൈ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ എന്താണ്, ബിക്കോസ് നിക്രോം കനോട്ട് ബിക്കം വൈറ്റ് ഹോട്ട്. അതായത് നമ്മുടെ ടങ്സ്റ്റൻ എന്തായിട്ട് വരും, വൈറ്റ് ഹോട്ടായിട്ട് മാറും. പക്ഷേ നിക്രോം എന്തായിട്ടാണ് മാറുന്നത്, നമ്മൾ പഠിച്ച റെഡ് ഹോട്ടായിട്ട് മാറുന്നത്. ആൻഡ് കനോട്ട് എമിറ്റ് വൈറ്റ് ലൈറ്റ്, വിൽ ഓൺലി റിമെയിൻ റെഡ് ഹോട്ട്. അപ്പോൾ എന്താണ്, റെഡ് ഹോട്ടായിട്ട് മാത്രം നിൽക്കാനേ നമ്മുടെ ആർക്കറിയാവുള്ളൂ, നിക്രോമിന് അറിയാവുള്ളൂ. വൈറ്റ് ലൈറ്റ് എമിറ്റ് ചെയ്യാൻ ആർക്ക് സാധിക്കില്ല, നിക്രോമിന് യൂസ് ചെയ്യില്ല. പറ്റുകയില്ല. അതുകൊണ്ടാണ് ഇൻകാൻഡസെൻറ്റ് ലാമ്പിനകത്ത് നിക്രോമിന് എന്തായിട്ട് യൂസ് ചെയ്യുന്നില്ലാത്ത, ഫിലമെൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് അത്. ഇനി അടുത്ത്, ടച്ച് എ ഫിലമെൻറ്റ് ലാമ്പ് ആഫ്റ്റർ ഇറ്റ് ഹാസ് ബീൻ ലിറ്റ് ഫോർ എ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം, വാട്ട് ഡു യു ഫീൽ. അതായത് ഒരു ഫിലമെൻറ്റ് ലാമ്പ്, നമ്മുടെ എല്ലാ വീടുകളിലുണ്ടായിരുന്ന ഒരു ഫിലമെൻറ്റ് ലാമ്പാണ്. അത് കുറച്ച് സമയം ഉപയോഗിച്ച് കഴിയുമ്പോൾ നമുക്ക് ഒന്ന് തൊട്ട് നോക്കുകയാണെങ്കിൽ എന്ത് ഫീൽ ചെയ്യും, വി ഫീൽ ഹോട്ട്, നമുക്ക് ചൂട് അനുഭവപ്പെടും. ഇനി അടുത്ത, എ മേജർ എന്താണ് പാർട്ട് ഓഫ് ദ ഇലക്ട്രിക്കൽ എനർജി സപ്ലൈഡ് ടു ആൻ ഇൻകാൻഡസെൻറ്റ് ലാമ്പ് ഈസ് ലോസ്റ്റ് ആസ് ഹീറ്റ്. അതായത് വാട്ട് ഈസ് ദ ഡീമെറിറ്റ് ഓഫ് ഫിലമെൻറ്റ് ലാമ്പ്, അത് ഫിലമെൻറ്റ് ലാമ്പ്, എലമെൻ്റ് അല്ല കേട്ടോ, ഫിലമെൻറ്റ് ലാമ്പ്. വാട്ട് ഈസ് ദ എന്താണ് ഡീമെറിറ്റ് ഓഫ് ഫിലമെൻറ്റ് ലാമ്പ് അഥവാ ഇൻകാൻഡസെൻറ്റ് ലാമ്പ്. എ മേജർ പാർട്ട് ഓഫ് ദി ഇലക്ട്രിക്കൽ എനർജി സപ്ലൈഡ് ടു ആൻ ഇൻകാൻഡസെൻറ്റ് ലാമ്പ് ഈസ് ലോസ്റ്റ് ആസ് ഹീറ്റ്. അപ്പോൾ നമ്മൾ പറഞ്ഞു കുറച്ച് സമയം കഴിഞ്ഞ് പിടിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ ബൾബിൽ എന്തായിരിക്കും, ചൂട് അനുഭവപ്പെടുന്നത്. അപ്പോൾ എന്താണ് ഇവിടെ കൊടുക്കുന്ന മേജർ പാർട്ട് ഓഫ് ഇലക്ട്രിക്കൽ എനർജി എന്തായിട്ട് മാറുകയാണ്, ഇൻകാൻഡസെൻറ്റ് ലാമ്പിനകത്ത് ഹീറ്റായിട്ട് മാറുകയാണ്. ഹെൻസ് ദ എഫിഷ്യൻസി ഓഫ് ദീസ് ഡിവൈസസ് ഈസ് ലെസ്. അപ്പോൾ എന്താണ്, നമുക്ക് ലൈറ്റ് എനർജി മതി, പക്ഷേ ഇവിടെ മേജർ പോർഷൻ എങ്ങോട്ടായിട്ട് മാറുകയാണ്, ഹീറ്റായിട്ട് മാറുകയാണ്. അപ്പോൾ അവിടെ ഒരു എനർജി ലോസ് സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് എന്താണ്, ഹെൻസ് ദ എഫിഷ്യൻസി ഓഫ് ദീസ് ഡിവൈസസ് ഈസ് ലെസ്. ഇതുകൊണ്ടാണ് എന്താണ്, ഇതാണ് ഏറ്റവും വലിയ ഒരു ഡിസഡ്വാൻറ്റേജ് ഓഫ് ഫിലമെൻറ്റ് ലാമ്പ്. ഇനി haven't you understood that major part of electricity supplied to an incandescent lamp for obtaining light is lost as heat. അപ്പോൾ നമുക്ക് എന്താണ്, ഹീറ്റായിട്ട് പോവുകയാണ്. അപ്പോൾ ബൈ നൗ ഇറ്റ് മേ ബി ക്ലിയർ ടു യു വൈ ദ യൂസ് ഓഫ് ദ ഇൻകാൻഡസെൻറ്റ് ലാമ്പ് ഈസ് ടു ബി റെസ്ട്രിക്റ്റഡ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇൻകാൻഡസെൻറ്റ് ലാമ്പിൻ്റെ യൂസ് ഇന്ന് റെസ്ട്രിക്റ്റ് ആയിരിക്കും. അതായത് മേജർ പാർട്ട് ഓഫ് ദ ഫിലമെൻറ്റ് ലാമ്പ് ഈസ് ഫിലമെൻ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, എനർജി സപ്ലൈഡ് ടു ദ ഇൻകാൻഡസെൻറ്റ് ലാമ്പ് ഈസ് ലോസ്റ്റ് ആസ് ഹീറ്റ്. അതായത് ഹീറ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, ഇലക്ട്രിക്കൽ എനർജി ഹീറ്റായിട്ട് ലോസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇന്നത്തെ കാലത്ത് എന്താണ് ഇൻകാൻഡസെൻറ്റ് ലാമ്പ് യൂസ് ചെയ്യുന്നില്ലാത്തതിന് മെയിൻ കാരണം. ഇനി അടുത്ത്, വാട്ട് ആർ ദ അതർ ടൈപ്സ് ഓഫ് ലാംപ്സ് വർക്കിംഗ് ഓൺ ഇലക്ട്രിസിറ്റി, ലിസ്റ്റ് ദം. ഇപ്പോൾ നമ്മൾ ഇൻകാൻഡസെൻറ്റ് ലാമ്പ് അഥവാ ഫിലമെൻറ്റ് ലാമ്പ് യൂസ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് യൂസ് ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റ് ലാമ്പുകൾ ഏതൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. എക്സാമ്പിൾസാണ് ഡിസ്ചാർജ് ലാമ്പ്, നെക്സ്റ്റ് വൺ ഫ്ലൂറസെൻറ്റ് ലാമ്പ്, ആർക്ക് ലാമ്പ്, CFL ആൻഡ് LED. ഇനി ഇതൊക്കെ എങ്ങനെയാണെന്നൊക്കെ നമുക്കൊന്ന് പഠിക്കാം. അപ്പോൾ എന്താണ്, ഡിസ്ചാർജ് ലാമ്പുണ്ട്, ഫ്ലൂറസെൻറ്റ് ലാമ്പുണ്ട്, ആർക്ക് ലാമ്പുണ്ട്, CFL ഉണ്ട്, LED ഉണ്ട്. ഇതൊക്കെ നമ്മുടെ ഇന്ന് യൂസ് ചെയ്തിരിക്കുന്ന ബൾബുകൾക്ക് എക്സാമ്പിളാണ്. ഇനി നമുക്ക് ആദ്യമേ തന്നെ നമ്മുടെ ഡിസ്ചാർജ് ലാമ്പ് എന്നാണ് നമുക്ക് നോക്കാം. ഇപ്പം ഇത് കുറച്ച് എക്സാമ്പിൾസാണ്. സോഡിയം വേപ്പർ ലാമ്പ്, ആർക്ക് ലാമ്പ്, പിന്നെ എന്താണ് ഫ്ലൂറസെൻറ്റ് ലാമ്പ്, CFL. ഇതൊക്കെ ഓരോ മുകളിൽ കൊടുത്തിരിക്കുന്ന ഓരോ ബൾബുകളുടെയും പിക്ചറുകളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ എന്താണെന്ന് നമുക്ക് താഴെ വരുന്ന പോർഷനുകളിൽ പഠിക്കാം. ഇനി ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്, നമ്മുടെ ഡിസ്ചാർജ് ലാമ്പാണ്. അപ്പോൾ ഡിസ്ചാർജ് ലാംപ്സ് ആർ ദ ഗ്ലാസ് ട്യൂബ്സ് ഫിറ്റഡ് വിത്ത് 2 ഇലക്ട്രോഡ്സ്. 2 ഇലക്ട്രോഡ് കൊണ്ട് ഫിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഗ്ലാസ് ട്യൂബിനെയാണ് എന്തെന്ന് പറയുന്നത്, ഡിസ്ചാർജ് ലാമ്പ് എന്ന് പറയുന്നത്. They emit light as a result of discharge of electricity through the gases filled in tubes. അപ്പം അവിടെ എന്താണ് ഡിസ്ചാർജ്, അതിൽ നിന്ന് തന്നെ നമുക്ക് പഠിക്കാം. They emit light as a result of discharge of electricity ത്രൂ ദ ഗ്യാസസ് ഫിൽഡ് ഇൻ ട്യൂബ്സ്. അതായത് ട്യൂബിനകത്ത് ഒരു ഗ്യാസ് ഫില്ല് ചെയ്തിരിക്കുമായിരിക്കും. അതിൻ്റെ ഡിസ്ചാർജ് ഓഫ് ഇലക്ട്രിസിറ്റി ത്രൂ ദ ഗ്യാസസ്, അതായത് ഗ്യാസിനകത്തു കൂടെ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഇലക്ട്രിസിറ്റിയെ ഡിസ്ചാർജ് ചെയ്യും. വെൻ എ ഹൈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് അപ്ലൈഡ് ദ ഗ്യാസ് മോളിക്യൂൾസ് എക്സൈറ്റഡ്.
അപ്പം ഗെറ്റ് എക്സൈറ്റഡ്. അപ്പോൾ എന്താണ് അത് പറയുന്നത്? അതായത് ഒരു ഹൈ പ്രഷർ വോൾട്ടേജ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ എന്താണ് ഗ്യാസ് മോളിക്യൂൾസ്, ഡിസ്ചാർജ് ട്യൂബിനകത്തുള്ള ഗ്യാസ് മോളിക്യൂൾസ് എക്സൈറ്റഡ് ആവും, അതായത് കിടന്ന് അനങ്ങാൻ തുടങ്ങും. എക്സൈറ്റഡ് ആറ്റംസ് കം ബാക്ക് ടു ദെയർ ഒറിജിനൽ സ്റ്റേറ്റ്സ് ഫോർ അറ്റൈനിങ് സ്റ്റെബിലിറ്റി. അപ്പോൾ എന്താണ് ഹൈ പ്രഷർ വോൾട്ടേജ് കൊടുത്തു കഴിയുമ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ ആറ്റംസ്, ഗ്യാസസിലുള്ള ആറ്റംസ് എല്ലാം കിടന്ന് എക്സൈറ്റഡ് ആവും, അതായത് അവിടെ കിടന്ന് ചലിക്കാൻ തുടങ്ങും. ഇനി എക്സൈറ്റഡ് ആറ്റംസ് എന്ത് ചെയ്യും? കം ബാക്ക് ടു ദെയർ ഒറിജിനൽ സ്റ്റേറ്റ് ഫോർ അറ്റൈനിങ് സ്റ്റെബിലിറ്റി. അതിന് എന്താണ് സ്റ്റെബിലിറ്റി കൈവരിക്കാൻ വേണ്ടി നമ്മുടെ എക്സൈറ്റഡ് ആറ്റംസ് എന്ത് ചെയ്യും? അവരുടെ ഒറിജിനൽ സ്റ്റേറ്റിലേക്ക് തിരിച്ചു വരും. ഡ്യൂറിങ് ദിസ് പ്രോസസ് ദ എനർജി സ്റ്റോർഡ് ഇൻ ദം വിൽ ബി റേഡിയേറ്റഡ് ആസ് ലൈറ്റ്. അപ്പോൾ എന്താണ് ഹൈ പ്രഷറിലുള്ള വോൾട്ടേജ് കൊടുത്തു കഴിയുമ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ ഗ്യാസസിനകത്തുള്ള ആറ്റംസ് എക്സൈറ്റഡ് ആവും. എന്നിട്ട് ഈ എക്സൈറ്റഡ് ആയിട്ടുള്ള ആറ്റംസ് എന്ത് ചെയ്യും? അതിൻ്റെ സ്റ്റെബിലിറ്റി കൈവരിക്കാൻ വേണ്ടി തിരിച്ചു വരും. ഈ തിരിച്ചു വരുന്ന സമയത്ത് ഡ്യൂറിങ് ദിസ് പ്രോസസ് ദ എനർജി സ്റ്റോർഡ് ഇൻ ദം വിൽ ബി റേഡിയേറ്റഡ് ആസ് ലൈറ്റ്. ആ സമയത്ത് അതിനകത്ത് സ്റ്റോർ ചെയ്ത്, അതായത് ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വഴി കിട്ടിയ ആ എനർജി ഉണ്ടല്ലോ, ആ സ്റ്റോർ ചെയ്ത എനർജി എന്ത് ചെയ്യും? റേഡിയേറ്റഡ് ആസ് ലൈറ്റായിട്ട് റേഡിയേറ്റ് ചെയ്യും. ഡിപ്പെൻഡിങ് ഓൺ ദ ഡിഫറൻസ് ഇൻ ദ എനർജി ലെവൽസ് ലൈറ്റ്സ് ഓഫ് ഡിഫറെൻറ്റ് കളേഴ്സ് ആൻഡ് അതർ റേഡിയേഷൻസ് ആർ എമിറ്റഡ്. അപ്പോൾ ഇനി എന്താണ്? ഈ എനർജി ലെവലിൻ്റെ ഡിഫറൻസിലൂടെ എന്ത് ചെയ്യും? ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള ലൈറ്റും അതുപോലെ അതർ റേഡിയേഷൻസൊക്കെ നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റും? നമ്മുടെ ഡിസ്ചാർജ് ലാമ്പ് യൂസ് ചെയ്തുകൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇതാണ് ഡിസ്ചാർജ് ലാമ്പിൻ്റെ വർക്കിംഗ്. അതായത് ഡിസ്ചാർജ് ട്യൂബ് എന്ന് പറയുന്ന ഒരു ട്യൂബാണ് ഫിൽഡ് വിത്ത് സം ഫിൽഡ് വിത്ത് 2 ഇലക്ട്രോഡ്സ് ആണ്. ഇനി എന്താണ്? അത് ലൈറ്റ് എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്? അതായത് അതിൻ്റെ ഗ്യാസിനകത്തോടെ ഹൈ പ്രഷറിലുള്ള വോൾട്ടേജ്, അതായത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ അതിനകത്തുള്ള ഗ്യാസിനകത്തുള്ള ആറ്റംസ് എല്ലാം എന്ത് ചെയ്യാൻ തുടങ്ങും? എക്സൈറ്റഡ് ആവും. ഈ എക്സൈറ്റഡ് ആയിട്ടുള്ള ആറ്റംസ് എന്ത് ചെയ്യും? അതിന് സ്റ്റെബിലിറ്റി കൈവരിക്കാൻ വേണ്ടി തിരിച്ചത് അതിൻ്റേതായ സ്ഥാനത്തേക്ക് വരാൻ പറ്റും, ഇനിഷ്യൽ പൊസിഷനിലേക്ക് വരും. ആ വരുന്ന സമയത്ത് ഈ ഇലക്ട്രിക്കൽ എനർജി അപ്ലൈ ചെയ്തപ്പോൾ കിട്ടിയ എനർജിയെ എന്തായിട്ട് റേഡിയേറ്റ് ചെയ്യാൻ തുടങ്ങും? ലൈറ്റായിട്ട് റേഡിയേറ്റ് ചെയ്യാൻ പോകും. ഇനി നമ്മൾ കൊടുക്കുന്ന എനർജി ലെവലിൻ്റെ ഡിഫറൻസിനനുസരിച്ച് അതിന് ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള ലൈറ്റും അതുപോലെ ഡിഫറെൻറ്റ് റേഡിയേഷൻസും പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവ് ആർക്കുണ്ട്? നമ്മുടെ ഡിസ്ചാർജ് ട്യൂബിനുണ്ട്. ഇതാണ് ഡിസ്ചാർജ് ട്യൂബിൻ്റെ ഫങ്ഷനിങ് എന്ന് പറയുന്നത്. ഇനി അടുത്ത് വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് യൂസിങ് ഡിസ്ചാർജ് ലാംപ്സ് ഇൻസ്റ്റെഡ് ഓഫ് ഇൻകാൻഡസൻറ്റ് ലാമ്പ്. അപ്പോൾ എന്താണ്? ഇൻകാൻഡസൻറ്റ് ലാമ്പിന് പകരം ഡിസ്ചാർജ് ലാമ്പ് യൂസ് ചെയ്യുന്നതുകൊണ്ടുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ഒന്നാമത്തേത് ലോസ് ഓഫ് ഇലക്ട്രിസിറ്റി ഇൻ ദ ഫോം ഓഫ് ഹീറ്റ് ഈസ് ലെസ് മോർ. പിന്നെ എന്താണ്? അപ്പം എന്താണ്? ഹീറ്റായിട്ട് എനർജി ലോസ് ചെയ്യുന്നത് കുറയ്ക്കുവാൻ നമുക്ക് ഡിസ്ചാർജ് ലാമ്പിന് പറ്റും. പിന്നെ മോർ ലൈഫ് സ്പാൻ. എന്താണ്? ലൈഫ് സ്പാൻ എന്ന് പറഞ്ഞാൽ കാലയളവ്, അതായത് കൂടുതൽ കാലം ഇതിന് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നോ ഷാഡോ, നിഴലില്ല. പിന്നെ ഫോർമേഷൻ ഓഫ് മോർ ലൈറ്റ്. എന്താണ്? ഫോർമേഷൻ ഓഫ് മോർ ലൈറ്റ്, അതായത് കൂടുതൽ ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവ് ഇതിനുണ്ട്. ഇതൊക്കെയാണ് എന്താണ് നമ്മുടെ ഡിസ്ചാർജ് ലാമ്പിന് ഇൻകാൻഡസൻറ്റ് ലാമ്പിനെ അപേക്ഷിച്ചുള്ള ഗുണങ്ങളെന്ന് പറയുന്നത്. ഇനി അടുത്തത് എന്താണ്? വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ടു ബി കൺസിഡർഡ് വെൻ യു സെലക്ട് എ ബൾബ്. അതായത് ഒരു ബൾബിനെ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? അതായത് മോർ ലൈറ്റ് കിട്ടണം, പിന്നെ മോർ എഫിഷ്യൻ്റ് ആയിരിക്കണം, എനർജി എഫിഷ്യൻ്റ് ആയിരിക്കണം, പിന്നെ ലെസ് ഹീറ്റ് റേഡിയേഷൻ ആയിരിക്കണം, പിന്നെ മോർ ലൈഫ് സ്പാൻ ആയിരിക്കണം. ഇങ്ങനെയുള്ള കുറേ ഫാക്ടേഴ്സാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു ബൾബ് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി അടുത്ത് എന്താണ്? വിച്ച് ആർ ദ ലാംപ്സ് ദാറ്റ് ആർ മോസ്റ്റ്ലി യൂസ്ഡ് വൈ. അപ്പോൾ ഏത് ലാമ്പുകളാണ്? അപ്പോൾ ഇപ്പോൾ ഡിസ്ചാർജ് ലാമ്പും പഠിച്ചു, ഇൻകാൻഡസൻറ്റ് ലാമ്പ് പഠിച്ചു. ഇനി നമ്മളോട് ചോദിക്കുകയാണ് വിച്ച് ആർ ദ ലാംപ്സ് ദ മോസ്റ്റ്ലി യൂസ്ഡ് വൈ. LED bulbs are mostly used because they are small in size, they work using low power, they are എന്താണ് ലോങ് ലാസ്റ്റിംഗ് ആൻഡ് ദേ ഹാവ് ഹൈ എഫിഷ്യൻസി. അപ്പോൾ എന്താണ്? നമ്മൾ സാധാരണ രീതിയിൽ കോമൺലി യൂസ് ചെയ്യുന്ന ബൾബ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ LED ബൾബുകളാണ്. LED ബൾബ്സ് ആർ മോസ്റ്റ്ലി യൂസ്ഡ് ബിക്കോസ് ഓഫ് ദേ ഹാവ് സ്മോൾ ഇൻ സൈസ്. അതായത് അതിൻ്റെ പവറിനെ വെച്ച് നോക്കുമ്പോൾ അതിന് സൈസ് വളരെ കുറവാണ്. പിന്നെ ദേ വർക്ക് യൂസിങ് ലോ പവർ, അതായത് വളരെ കുറഞ്ഞ പവറിൽ അതിന് വർക്ക് ചെയ്യാൻ പറ്റും. ദേ ആർ ലോങ് ലാസ്റ്റിംഗ്, അതായത് വളരെ ലാസ്റ്റ് ചെയ്ത് നിൽക്കുന്നതാണ്. ആൻഡ് ദേ ഹാവ് ഹൈ എഫിഷ്യൻസിയും കൂടുതലുണ്ട്. ഇനി അടുത്തത് എന്താണ്? അതിനെക്കുറിച്ച് തന്നെയാണ് പറഞ്ഞത്. LED ബൾബ്സ് ആർ ദ ഡിവൈസസ് ദാറ്റ് ഗിവ് മോർ ലൈറ്റ് ദാൻ എന്താണ് ഡിസ്ചാർജ് ലാംപ്സ് ആൻഡ് ഇൻകാൻഡസൻറ്റ് ലാംപ്സ്. ദേ വർക്ക് യൂസിങ് ലോ പവർ. ഇനി അടുത്ത് എന്തൊക്കെയാണ് LED ബൾബിൻ്റെ പെക്യൂലിയാരിറ്റീസ് എന്നാണ് നമുക്ക് പഠിക്കാനുള്ളത്.